ഇൻഫോക്ഷേത്രയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് നമ്പർ സിസ്റ്റം. ഒരു 7th സ്റ്റാൻഡേർഡ് ഓൺവേർഡ്സ് +2 ഡിഗ്രി പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്പർ സിസ്റ്റം. ഈ ഒരു ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഞാൻ ചെറിയൊരു കഥ പറയാം. ഒരു ക്ലാസ്സിൽ 4 കുട്ടികൾ പഠിക്കാനായിട്ടുണ്ട്. ആ 4 കുട്ടികളുടെയും IQ ലെവൽ തീർച്ചയായിട്ടും വ്യത്യസ്ത രീതിയിലാണ്. അതിൽ ഒന്നാമത്തെ കുട്ടിയുടെ പേരാണ് ബൈനറി. 2 ഡിജിറ്റ്സിനെ കുറിച്ച് അവൻ പഠിച്ചെടുത്തിട്ടുണ്ട്. 0ഉം 1ഉം. ഈ ലോകത്തിൽ 0ഉം 1ഉം എന്നുള്ള 2 ഡിജിറ്റ്സ് ഉണ്ടെന്ന് മാത്രമേ ആ കുട്ടിക്ക് അറിയത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവനോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ആകെപ്പാട് നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളത് കോമ്പിനേഷൻ ഓഫ് 0 ആൻഡ് 1 ആയിരിക്കണം. അതായത് 0, 1, 10, 11, 101, 1100, 000, 1100 ഇങ്ങനെയുള്ള കോമ്പിനേഷൻസ് ഓഫ് 1 മാത്രമേ 1 ആൻഡ് 0 മാത്രമേ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. പക്ഷെ ആ ക്ലാസ്സിൽ തന്നെ രണ്ടാമത്തെ കുട്ടി ഒക്ടൽ, അവൻ കുറച്ചും കൂടെ ബ്രില്യൻ്റ് ആണ് കമ്പയർഡ് ടു ബൈനറി. അവൻ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് അവൻ 0 മുതൽ 7 വരെയുള്ള ഡിജിറ്റ്സ് ഉണ്ടെന്ന് അവൻ പഠിച്ചെടുത്തു. അപ്പോൾ അവനോട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുറച്ചും കൂടി ഈസിയാണ്. കാരണം അവനെ കൊണ്ട് നമുക്ക് കോമ്പിനേഷൻ ഓഫ് ഡിജിറ്റ്സ് ഫ്രം 0 to 7 നമുക്ക് അവനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതായത് 3, 45, 67, 153 അല്ലെങ്കിൽ 1567. 8നെ കുറിച്ച് പറയാൻ പാടില്ല. 8നെ കുറിച്ചോ 9നെ കുറിച്ചോ അവനോട് പറയാൻ പാടില്ല. ഇനിയാണ് നമ്മുടെ മൂന്നാമത്തെ കുട്ടി വരുന്നത് ഡെസിമൽ. കുറച്ചും കൂടെ ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടിയാണ്. അവൻ 0 മുതൽ 9 വരെ അവൻ പഠിച്ചിട്ടുണ്ട്. സോ നമുക്ക് അവനോട് 0 to 9 ഡിജിറ്റ്സിൻ്റെ ഏതൊരു വലിയ കോമ്പിനേഷനുള്ള ഡിജിറ്റ്സിനെ കുറിച്ചും ഏതൊരു ചെറിയ കോമ്പിനേഷനുള്ള ഡിജിറ്റ്സിനെ കുറിച്ചും നമുക്ക് അവനോട് സംസാരിക്കാൻ പറ്റും ഡെസിമൽ എന്നുള്ള കുട്ടിയോട്. ഇനിയാണ് ആ ക്ലാസ്സിൽ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കുട്ടി വരുന്നത്. ആ കുട്ടിയുടെ പേരാണ് ഹെക്സാ ഡെസിമൽ. അവൻ 0 to 9 വരെയും പഠിച്ചു, കൂടാതെ A മുതൽ F വരെയും പഠിച്ചു. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ഈ നമ്പർ സിസ്റ്റത്തിൽ ഇതിൻ്റെ ഡെഫിനിഷനിലേക്ക് ഞാൻ വരാം. നമ്പർ സിസ്റ്റം ഈസ് എ വേ ടു റെപ്രസെൻറ്റ് നമ്പേഴ്സ് യൂസിങ് ഡിഫറെൻറ്റ് സിംബൽസ് ആൻഡ് ഡിജിറ്റ്സ് ഓർ ഡിഫറെൻറ്റ് സിംബൽസ് ആൻഡ് ക്യാരക്ടേഴ്സ്. നമ്മളിപ്പോൾ ചെറിയ ക്ലാസ്സിൽ നമ്മളെ ടീച്ചർ പഠിപ്പിച്ചിരിക്കുന്നത് ഇതാണ് 3 എന്ന് ടീച്ചർ പഠിപ്പിച്ചു അല്ലേ. അപ്പം നമ്മളിത് ആദ്യം ഒരു പടം വരയ്ക്കുന്നത് പോലെ ഒരു സിമ്പിൾ പോലെ ആണ് നമ്മൾ പഠിച്ചത് അല്ലേ. 5 എന്ന് പറഞ്ഞാൽ ഇതാണ് എന്നൊരു സിമ്പിൾ പോലെയാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ അതുകൊണ്ട് നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ കോമൺ ആയിട്ട് ഈ ഡിജിറ്റ്സിനെയൊക്കെ നമ്മൾ പറയുന്നത് സിമ്പിൾസ് ഓർ ക്യാരക്ടേഴ്സ് എന്നൊക്കെയാണ് പറയുന്നത്. ഇനി മറ്റൊരു ടോപ്പിക്ക് കൂടി നമ്പർ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെടുത്തിയുണ്ട്. ഒരു നമ്പർ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഒരു കുട്ടി ആ നമ്പർ സിസ്റ്റത്തിൽ പഠിച്ചിട്ടുള്ള ആ ഡിജിറ്റ്സിൻ്റെ അല്ലെങ്കിൽ സിമ്പിൾസിൻ്റെ എണ്ണമാണ് ആ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് അല്ലെങ്കിൽ റേഡിക്സ് ഓഫ് ദാറ്റ് നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ബൈനറിയിൽ 0ഉം 1ഉം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൽ 0 മുതൽ 7 വരെയുണ്ട്. 0 മുതൽ നമ്മൾ 7 വരെ കൗണ്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ മൊത്തം 7 അല്ല 8 ഡിജിറ്റ്സ് നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് ബേസ് ഓഫ് ദിസ് ഒക്ടൽ നമ്പർ സിസ്റ്റം ഈസ് 8. Now the base of decimal number system is 10 as it contains digits from 0 to 9. Total number is 10. അതുകൊണ്ടാണ് ഇതിൻ്റെ ബേസ് അല്ലെങ്കിൽ റേഡിക്സ് എന്ന് പറയുന്നത് ഡെസിമലിൻ്റെ 10 ആണ്. ലാസ്റ്റിൽ ഹെക്സാ ഡെസിമൽ നമ്പർ സിസ്റ്റം 0 to 9 10 ഡിജിറ്റ്സും ഉണ്ട്. A മുതൽ F വരെ മൊത്തം 6 ലെറ്റേഴ്സും ഉണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ മൊത്തം 16 ആണ് ഹെക്സാ ഡെസിമലിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ഇതാണ് നമ്പർ സിസ്റ്റത്തിൻ്റെ ഒരു ബേസിക് കോൺസെപ്റ്റ്സ്. ഇനി നമുക്ക് ഈ നമ്പർ സിസ്റ്റം വെച്ചിട്ട് കുറച്ച് കൺവേർഷനും കാൽക്കുലേഷനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ നമുക്കത് ഡിസ്കസ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻഫോക്ഷേത്ര. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.